1991 എക്സ്ട്രീംലി എനർജറ്റിക് ആയിട്ടുള്ള, അതായത് അങ്ങേയറ്റം ഊർജ്ജസ്വലമായ ഒരു കണിക ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വരികയുണ്ടായി. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ പ്രകാശത്തേക്കാൾ വേഗത്തിലാണ് ആ കണിക സഞ്ചരിച്ചത്. അത്രയും വേഗത്തിൽ സഞ്ചരിച്ചിരുന്നതുകൊണ്ട് ഒരുപാട് വിചിത്രമായ പ്രത്യേകതകൾ ആ കണികയ്ക്കുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഭൂമിയിലെ 150 കോടി വർഷങ്ങൾ എന്നത് ആ കണികയെ സംബന്ധിച്ചിടത്തോളം വെറും 1.25 ദിവസങ്ങളാണ്. ആ കണികയുടെ കയ്യിലുണ്ടായിരുന്ന ഊർജത്തിൻ്റെ അളവ് കണക്കാക്കിയപ്പോഴാണ് ശാസ്ത്രലോകം ശരിക്കും ഞെട്ടിയത്. അത്രയ്ക്കും എനർജറ്റിക്കായ ഒരു കണികയെ അവർ അന്ന് വരെ ഡിറ്റക്ട് ചെയ്തിരുന്നില്ല. അങ്ങനെ ആ കണികയ്ക്ക് അവരിട്ട പേരാണ് ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ. ഷോർട്ടായിട്ട് OMG പാർട്ടിക്കിൾ എന്ന് വിളിക്കും. ഈ ഓ മൈ ഗോഡ് പാർട്ടിക്കിളിനേക്കാൾ കൂടുതൽ ഊർജ്ജമുള്ള മറ്റൊരു പാർട്ടിക്കിളിനെ നമ്മൾ ഇന്ന് വരെ വേറെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനെ ഇത്രയും സ്പീഡിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ അറിവിലില്ല. മാത്രമല്ല, അത്രയും ഊർജ്ജമുള്ളൊരു കണിക അതിൻ്റെ ഊർജ്ജം നഷ്ടപ്പെടാതെ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യതയും തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കണിക എങ്ങനെ ഭൂമിയിലെത്തി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമ്മുടെ കയ്യിൽ ഇന്നുമില്ല. ഈ ഒരു കണികയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഓ മൈ ഗോഡ് പാർട്ടിക്കിളിൻ്റെ അടുത്ത് കണ്ട ഊർജ്ജമുള്ള മറ്റൊരു കണിക ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വന്നതായുള്ള വാർത്തകൾ വന്നത്. അമറ്റരാസു പാർട്ടിക്കിൾ എന്നാണ് ഇതിനിട്ടിരിക്കുന്ന പേര്. ഈ ഒരു കണികയും നമ്മുടെ അന്തരീക്ഷത്തിലൂടെ പ്രകാശത്തേക്കാൾ വേഗത്തിലാണ് സഞ്ചരിച്ചത്. ഓ മൈ ഗോഡ് പാർട്ടിക്കിളിനെ കുറിച്ചും ഈ അടുത്ത കാലത്ത് ഡിറ്റക്ട് ചെയ്ത അമറ്റരാസു പാർട്ടിക്കിളിനെ കുറിച്ചും അവയുടെ വിചിത്രമായ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ദ ഗോഡ് പാർട്ടിക്കിളിനെ കുറിച്ചാണ്. 2012 ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഹിഗ്സ് ബോസോൺ എന്ന കണികയാണ് ദ ഗോഡ് പാർട്ടിക്കിൾ എന്ന് വിളിക്കാറ്. എന്നാൽ അതല്ല ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ. ഹിഗ്സ് ബോസോണുമായിട്ട് ഇതിലൊരു ബന്ധവുമില്ല. ബഹിരാകാശത്ത് നിന്നും 2 തരം റേഡിയേഷൻസ് ആണ് ഭൂമിയിലേക്ക് വരുന്നത്. അതിലൊന്നാമത്തേത് സൂര്യനിൽ നിന്നുള്ള സൗരക്കാറ്റാണ്. രണ്ടാമത്തേതാണ് കോസ്മിക് റേസ്. കോസ്മിക് റേസ് വരുന്നത് സൗരയൂഥത്തിൻ്റെ തന്നെ പുറത്തു നിന്നാണ്. സോളാർ സിസ്റ്റത്തിന് പുറത്തുള്ള ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ കടന്നാണ് ഇത്തരം റേഡിയേഷൻസ് ഭൂമിയിലെത്തുന്നത്. ചില അവസരങ്ങളിൽ ഗാലക്സികൾക്കിടയിലുള്ള ഇൻ്റർ ഗാലാക്റ്റിക് സ്പേസ് ക്രോസ് ചെയ്തും കോസ്മിക് റേസ് ഭൂമിയിലെത്താറുണ്ട്. കോസ്മിക് റേസ് എന്ന് പറയുന്നത് ശരിക്കും വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണികകളാണ്. അത് മിക്കപ്പോഴും ഒരു തുടർച്ചയായ ബീമായിട്ടായിരിക്കില്ല വരുന്നത്, ഒറ്റപ്പെട്ട കണികകളായിട്ടായിരിക്കും വരുന്നത്. മിക്കവാറും സാഹചര്യങ്ങളിൽ അത് ഏതെങ്കിലും മൂലകങ്ങളുടെ ന്യൂക്ലിയസ് ആയിരിക്കും. ഇത്തരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കോസ്മിക് റേസ് ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് അഥവാ പ്രോട്ടോൺ ആണ്. അതുകൂടാതെ കാർബണും ഇരുമ്പും ഒക്കെ പോലെയുള്ള മൂലകങ്ങളുടെ ന്യൂക്ലിയസും ഒക്കേഷണലി കോസ്മിക് റേസ് ആയിട്ട് വരാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ ശരിക്കും ഒരു കോസ്മിക് റേ ആണ്. അതിനെ സ്പെഷ്യലാക്കുന്നത് അതിൻ്റെ സ്പീഡും എക്സ്ട്രീം എനർജിയുമാണ്. സാധാരണ കണ്ടുവരുന്ന കോസ്മിക് റേസിനെ അപേക്ഷിച്ച് വളരെയധികം ഊർജ്ജമാണ് OMG പാർട്ടിക്കിളിനുണ്ടായിരുന്നത്. മാത്രമല്ല, നമ്മുടെ അന്തരീക്ഷത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് ആ കണിക സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയമാണ്, ഒരു വസ്തുവിനും പ്രകാശവേഗതയെ മറികടക്കാൻ കഴിയില്ല എന്നല്ലേ പറയാറ്. പിന്നെ എങ്ങനെയാണ് ഈ കണികയ്ക്ക് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് എന്ന്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ പ്രകാശവേഗത എന്ന് വിളിക്കുന്നത് 3,00,000 km/s എന്ന വേഗതയെയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2,99,792.458 km/s. ഈ ഒരു സ്പീഡിനെയാണ് നമ്മൾ സി എന്ന അക്ഷരം കൊണ്ട് സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വേഗതയ്ക്ക് പ്രകാശവുമായിട്ട് നേരിട്ട് ഒരു ബന്ധമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ വേഗത പ്രകാശത്തിൻ്റെ സ്വഭാവമല്ല, ഇത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ്. ഈ വേഗതയെ ശരിക്കും വിളിക്കേണ്ടത് കോസ്മിക് സ്പീഡ് ലിമിറ്റ് എന്നാണ്, അല്ലാതെ പ്രകാശവേഗത എന്നല്ല. നമ്മൾ പ്രകാശവേഗത എന്ന് സാധാരണ വിളിക്കുന്ന ഈ സി സത്യത്തിൽ എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു വസ്തുവിനും 2,99,792.458 km/s എന്ന വേഗപരിധി മറികടക്കാൻ കഴിയില്ല എന്നാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുശാസിക്കുന്നത്. അല്ലാതെ പ്രകാശത്തെ മറികടക്കാൻ കഴിയില്ല എന്നല്ല. വാക്വത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് പ്രകാശത്തിന് ഈ വേഗത കൈവരുന്നത്. അതുകൊണ്ട് വാക്വത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തെ മറികടക്കാൻ ഒരു വസ്തുവിനും കഴിയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗത ഇതിലും കുറവായിരിക്കും. അതുകൊണ്ട് ഒരു മീഡിയത്തിലൂടെ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കണികകൾക്ക് കഴിയും.
ഉദാഹരണത്തിന് വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗത വെറും 2,25,000 km/s ആണ്. അതുകൊണ്ട് വെള്ളത്തിൽ വെച്ച് പല കണികകളും പ്രകാശത്തെ മറികടക്കാറുണ്ട്. ഇത്തരം അവസരങ്ങളിലാണ് ചെറങ്കോവ് റേഡിയേഷൻ ഉണ്ടാകുന്നത്. സിനിമകളിലൊക്കെ ന്യൂക്ലിയർ റിയാക്ടർ കാണിക്കുമ്പോൾ കാണാറുള്ള നീല പ്രകാശമാണ് ചെറങ്കോവ് റേഡിയേഷൻ. പ്രകാശത്തിൻ്റെ വെള്ളത്തിലൂടെയുള്ള വേഗതയായ 2,25,000 km കണികകൾ മറികടക്കുമ്പോഴാണ് ചെറങ്കോവ് റേഡിയേഷൻ ഉണ്ടാകുന്നത്. എന്നാൽ ഈ അവസരങ്ങളിലൊന്നും ഒരു കണികയും സി എന്ന ആ വേഗപരിധി ക്രോസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് OMG പാർട്ടികളുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ OMG പാർട്ടികളുടെ വേഗത കോസ്മിക് സ്പീഡ് ലിമിറ്റിൻ്റെ 99,999,999,999,999,999,951% അതായത് കോസ്മിക് സ്പീഡ് ലിമിറ്റ് 2,99,792.458 km/s ആണെങ്കിൽ ഈ കണികയുടെ വേഗത 2,99,792.4579999 km/s ആയിരുന്നു. നമ്മുടെ അന്തരീക്ഷത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത 2,99,702 km ആണ്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയേക്കാൾ 90 km/s കൂടുതൽ വേഗതയിലാണ് OMG പാർട്ടികൾ സഞ്ചരിച്ചത്. ഒരു കണികയുടെ സ്പീഡ് കോസ്മിക് സ്പീഡ് ലിമിറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ ആ കണികയ്ക്ക് വളരെ വിചിത്രമായ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരിക്കും. ഒന്ന്, വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ടൈം ഡയലേഷനാണ് ആ കണികയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഉദാഹരണത്തിന് ഈ OMG പാർട്ടികൾ പുറപ്പെട്ടത് ഏകദേശം 150 കോടി പ്രകാശ വർഷങ്ങൾ അകലെ നിന്നുമാണെന്ന് സങ്കല്പിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 150 കോടി വർഷങ്ങൾ സഞ്ചരിച്ചിട്ടായിരിക്കും ആ കണിക നമ്മുടെ അടുത്തെത്തിയത്. എന്നാൽ ഈ കണികയ്ക്ക് ഈ 150 കോടി വർഷങ്ങൾ വെറും 1.25 ദിവസമായിട്ടായിരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. അത്രയ്ക്ക് വലിയ തോതിലുള്ള ടൈം ഡയലേഷനാണ് ആ കണികയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, വാക്വത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന് കൃത്യം കോസ്മിക് സ്പീഡ് ലിമിറ്റിൽ തന്നെ സഞ്ചരിക്കാൻ കഴിയും എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ആ അവസരത്തിൽ പ്രകാശത്തിന് ഈ കണികയേക്കാൾ ഒരല്പം സ്പീഡ് കൂടുതലുണ്ടാവും. ഒരു പ്രകാശ കണികയായ ഫോട്ടോണും OMG പാർട്ടികളും സൈഡ് ബൈ സൈഡായിട്ട് വാക്വത്തിലൂടെ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. 2,15,000 വർഷങ്ങൾ അങ്ങനെ സഞ്ചരിച്ചാലാണ് ഫോട്ടോണിന് ഈ കണികയേക്കാൾ 1 സെൻറ്റിമീറ്റർ മുന്നിലെത്താൻ കഴിയുക. അത്രയ്ക്ക് ഫാസ്റ്റാണ് OMG പാർട്ടിക്കിൾ. കോസ്മിക് റേസ് ആയിട്ട് ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രോട്ടോണുകളാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. OMG പാർട്ടിക്കിളും ഒരു പ്രോട്ടോൺ ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാസ് ഒരു നോർമൽ പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 32,000 കോടി ഇരട്ടി ആയിരുന്നിരിക്കും. ഒരു കണികയുടെ സ്പീഡ് കോസ്മിക് സ്പീഡ് ലിമിറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ ആ കണികയുടെ മാസ് ക്രമാതീതമായിട്ട് വർദ്ധിക്കും. റിലേറ്റിവിസ്റ്റിക് മാസ് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. OMG പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കോസ്മിക് സ്പീഡ് ലിമിറ്റിനോട് വളരെ അടുത്തായതുകൊണ്ട് അതിൻ്റെ മാസ് ഏകദേശം 32,000 കോടി ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ലോജിക്ക് അനുസരിച്ച് ഒരു കണികയുടെ വേഗത കൃത്യം കോസ്മിക് സ്പീഡ് ലിമിറ്റ് എത്തിയാൽ അതിൻ്റെ മാസ് ഇൻഫിനിറ്റി ആവും. അതൊരിക്കലും സംഭവിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു വസ്തുവിനും കോസ്മിക് സ്പീഡ് ലിമിറ്റ് മറികടക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് OMG പാർട്ടിക്കിളിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ ഞെട്ടിക്കുന്ന ഊർജം എത്രയായിരുന്നു എന്ന് നോക്കാം. കണികകൾ വളരെ വളരെ ചെറുതായതുകൊണ്ട് അവയുടെ കയ്യിലുള്ള ഊർജം നമ്മൾ സാധാരണ കാണുന്ന വസ്തുക്കളുടെ ഊർജവുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ യൂണിറ്റായ ജൂൾ കണികകളുടെ കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കണികയുടെ ഊർജം ഇലക്ട്രോൺ വോൾട്ട് എന്ന യൂണിറ്റിലാണ് പറയാറുള്ളത്. ഒരു ജൂളിനെ അപേക്ഷിച്ച് വളരെ വളരെ ചെറുതാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന യൂണിറ്റ്. മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പാർട്ടിക്കിൾ ആക്സലറേറ്റർ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ആണെന്ന് നമുക്കറിയാം. ഇതുപയോഗിച്ച് നമുക്കൊരു പ്രോട്ടോണിന് കൊടുക്കാൻ കഴിഞ്ഞ മാക്സിമം ഊർജം 6.5 ടെറാ ഇലക്ട്രോൺ വോൾട്ടാണ്. അതായത് 6.5 × 10⁻12 ഇലക്ട്രോൺ വോൾട്ട്. ഇത് നമ്മൾ ചെയ്തത് പല സ്റ്റേജുകളായിട്ടാണ്. അതായത് ആദ്യം ചെറിയ ആക്സലറേറ്ററുകൾ ഉപയോഗിച്ച് പ്രോട്ടോണിൻ്റെ ഊർജം പല സ്റ്റേജുകളായിട്ട് കൂട്ടി കൊണ്ടുവന്ന് അവസാനമാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലേക്ക് കയറ്റിവിടുന്നത്. അവിടെ വെച്ചാണ് ഈ പറഞ്ഞ 6.5 ടെറാ ഇലക്ട്രോൺ വോൾട്ട് എന്ന ഊർജ്ജത്തിലേക്ക് പ്രോട്ടോണുകളെ എത്തിക്കുന്നത്. എന്നാൽ OMG പാർട്ടിക്കിളിൻ്റെ ഊർജം 32 കോടി ടെറാ ഇലക്ട്രോൺ വോൾട്ടാണ്. അതായത് 3.2 × 10⁻20 ഇലക്ട്രോൺ വോൾട്ട്.
ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഉപയോഗിച്ച് ഒരു കണികയ്ക്ക് കൊടുക്കാവുന്ന മാക്സിമം ഊർജ്ജത്തിൻ്റെ 5 കോടി തവണ ഊർജ്ജമാണ് OMG പാർട്ടിക്കിളിന് ഉണ്ടായിരുന്നത്. ഇത്രയും വലിയ വാല്യൂ ആകുമ്പോൾ പിന്നെ അതിനെ ടെറാ ഇലക്ട്രോൺ വോൾട്ടിലല്ല പറയുക, എക്സാ ഇലക്ട്രോൺ വോൾട്ടിലാണ് പറയുക. OMG പാർട്ടിക്കിളിൻ്റെ ഊർജ്ജം 320 എക്സാ ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു. 320 എക്സാ ഇലക്ട്രോൺ വോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ സാധാരണ കാണുന്ന വസ്തുക്കളുടെ ഊർജ്ജത്തിനോട് താരതമ്യം ചെയ്യാവുന്ന ഊർജ്ജമായി. അതുകൊണ്ട് തന്നെ ഊർജ്ജത്തിൻ്റെ ജൂൾ എന്ന യൂണിറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. 320 എക്സാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 52 ജൂൾസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ബോൾ 100 km/h എന്ന വേഗതയിൽ എറിഞ്ഞാലുണ്ടാകുന്ന അത്രയ്ക്ക് ഊർജ്ജമായി അത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ ഊർജ്ജമായിട്ട് പെട്ടെന്ന് തോന്നില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് സബാറ്റമിക് കണികയായ ഒരു പ്രോട്ടോണിൻ്റെ കയ്യിലാണ് ഇത്രയും അധികം ഊർജ്ജം വരുന്നത് എന്നുള്ളതാണ്. സാധാരണ ഒരു കോസ്മിക് റേ കണിക ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ കടന്ന ഉടനെ തന്നെ അന്തരീക്ഷത്തിലുള്ള മറ്റ് കണികകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് വേറെ ഒരുപാട് കണികകളുണ്ടാവും. ആ പുതിയ കണികകൾ വേറെ ഒരുപാട് കണികകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യും. അപ്പോൾ വീണ്ടും കുറേ പുതിയ കണികകളുണ്ടാവും. അങ്ങനെ ആവർത്തിച്ച് സംഭവിക്കുന്നതിനെയാണ് എയർ ഷവർ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള എയർ ഷവർ ഭൂമിയിലെ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അതിൽ നിന്നുള്ള ഡാറ്റ വെച്ച് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ യഥാർത്ഥ കോസ്മിക് റേയുടെ ഊർജ്ജവും ഡയറക്ഷനും സ്പീഡും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. OMG പാർട്ടിക്കിളിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ കണികയുടെ കയ്യിലുണ്ടായിരുന്ന ഊർജ്ജം വളരെ അധികമായതുകൊണ്ട് അതുണ്ടാക്കിയ എയർ ഷവർ വളരെ ശക്തമായിരുന്നു. കോസ്മിക് റേസ് തന്നെ പല എനർജി റേഞ്ചിലുണ്ട്. അതിൽ ഏറ്റവും എനർജി കൂടുതലുള്ള കോസ്മിക് റേസിനെ അൾട്രാ ഹൈ എനർജി കോസ്മിക് റേ എന്നാണ് വിളിക്കുക. ഒരു എക്സാ ഇലക്ട്രോൺ വോൾട്ട് ഊർജ്ജത്തിനേക്കാൾ കൂടുതൽ ഊർജ്ജമുള്ള കോസ്മിക് റേസ് കണങ്ങളെയാണ് സാധാരണ ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താറുള്ളത്. ഇത്രയും ഊർജ്ജമുള്ള കോസ്മിക് റേസിനെ വളരെ ചുരുക്കമായിട്ട് മാത്രമേ കാണാറുള്ളൂ. കോസ്മിക് റേസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന പിയർ ഓഗർ ഒബ്സർവേറ്ററിയിൽ 2004 മുതൽ 2007 വരെയുള്ള 3 വർഷ കാലയളവിൽ ആകെ 27 അൾട്രാ ഹൈ എനർജി കോസ്മിക് റേസിനെയാണ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് റെയറാണ് അൾട്രാ ഹൈ എനർജി കോസ്മിക് റേ. ഇത്തരം ഹൈ എനർജി കണികകളെ ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ ചുരുക്കം ചില പ്രോസസ്സുകളെ പ്രപഞ്ചത്തിലുള്ളൂ. ഒരു സൂപ്പർനോവയുടെ ഷോക്ക് വേവ്, ഒരു ക്വേസാറിൽ നിന്നും വരുന്ന റിലേറ്റിവിസ്റ്റിക് ജെറ്റ്, 2 സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുടെ കൊളീഷൻ എന്നിവയൊക്കെയാണ് ആ പ്രോസസ്സുകൾ. പക്ഷേ ഈ പ്രോസസ്സുകൾക്ക് പോലും 320 എക്സാ ഇലക്ട്രോൺ വോൾട്ടുള്ള OMG പാർട്ടിക്കിളിനെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. മാത്രമല്ല ഭൂമിയിലേക്ക് വരാൻ സാധ്യതയുള്ള കോസ്മിക് റേസിൻ്റെ എനർജിക്ക് ഒരു തിയററ്റിക്കൽ അപ്പർ ലിമിറ്റ് ഉണ്ട്. GZK ലിമിറ്റ് എന്നാണ് ഈ ലിമിറ്റ് അറിയപ്പെടുന്നത്. അതനുസരിച്ച് 5 എക്സാ ഇലക്ട്രോൺ വോൾട്ടിൽ കൂടുതൽ ഊർജ്ജമുള്ള ഒരു കോസ്മിക് റേ ഭൂമിയിലേക്ക് എത്താൻ തീരെ സാധ്യതയില്ല. ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് 5 എക്സാ ഇലക്ട്രോൺ വോൾട്ടിൽ കൂടുതൽ ഊർജ്ജമുള്ള ഒരു കോസ്മിക് റേക്ക് ബഹിരാകാശം അത്രയ്ക്ക് സുതാര്യമല്ല എന്നുള്ളതാണ്. ശൂന്യാകാശം പൂർണ്ണമായിട്ടും ശൂന്യമല്ല എന്ന് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. എല്ലാ മാറ്റർ പാർട്ടിക്കിളിനെയും മാറ്റി നിർത്തിയാലും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശമുണ്ട്. അതാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ഇതിൻ്റെ ഫോട്ടോണുകൾ പ്രപഞ്ചം മുഴുവനും ഉണ്ടാവും. 5 എക്സാ ഇലക്ട്രോൺ വോൾട്ടിൽ കൂടുതൽ ഊർജ്ജമുള്ള ഒരു കോസ്മിക് റേ CMB റേഡിയേഷൻ്റെ ഫോട്ടോണുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത്രയ്ക്ക് ഊർജ്ജമുള്ള ഒരു കോസ്മിക് റേക്ക് പ്രപഞ്ചത്തിലൂടെ അധികം ദൂരമൊന്നും സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്രയും ഊർജ്ജമുള്ള ഒരു കോസ്മിക് റേ ഭൂമിയിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ആ കോസ്മിക് റേക്ക് കാരണമായ സംഭവം, അതായത് ക്വേസാറോ സൂപ്പർനോവയോ ഒക്കെ ഭൂമിയിൽ നിന്നും 16 കോടി പ്രകാശവർഷത്തെ ദൂരത്തിനുള്ളിൽ സംഭവിച്ചതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത്തരമൊരു സംഭവം നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ OMG പാർട്ടിക്കിളിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് 320 എക്സാ ഇലക്ട്രോൺ വോൾട്ട് ഊർജ്ജമുള്ള OMG പാർട്ടിക്കിൾ എങ്ങനെ ഭൂമി വരെ എത്തിയെന്നത് ഇന്നും ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നത്. OMG പാർട്ടിക്കിളിൻ്റെ ഏകദേശ റേഞ്ചിൽ ഊർജ്ജമുള്ള വേറെ 3 കോസ്മിക് റേ കണികകളെ മാത്രമേ നമ്മൾ അതിനുശേഷം ഡിറ്റക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവയുടെയൊക്കെ ഊർജ്ജം 300 എക്സാ ഇലക്ട്രോൺ വോൾട്ടിലും താഴെയാണ്. അതിൽ ഏറ്റവും അവസാനം ഡിറ്റക്ട് ചെയ്തതാണ് അമറ്റെരാസു പാർട്ടിക്കിൾ. അമേരിക്കയിലെ ടെലസ്കോപ്പ് അറേ പ്രോജക്റ്റ് ഒബ്സർവേറ്ററി എന്ന ഫെസിലിറ്റിയിലാണ് അത് ഡിറ്റക്ട് ചെയ്തത്. അവിടുത്തെ ഉപകരണങ്ങൾ ഈ പാർട്ടിക്കിളിനെ ഡിറ്റക്ട് ചെയ്തതും അതിൻ്റെ ഡാറ്റ റെക്കോർഡ് ചെയ്തതും 2021 ആ ഡാറ്റയിലെ വിവരങ്ങൾ പുറത്തു വന്നത് 2023 നവംബറിലാണ്. 240 എക്സാ ഇലക്ട്രോൺ വോൾട്ട് ഊർജ്ജമാണ് അമറ്റെരാസു പാർട്ടിക്കിളിനുണ്ടായിരുന്നത്. OMG പാർട്ടിക്കിളിൻ്റെ കാര്യത്തിൽ എന്ന പോലെ അമറ്റെരാസു പാർട്ടിക്കിളിൻ്റെ കാര്യത്തിലും അതിൻ്റെ സോഴ്സ് എന്താണെന്നോ അതെങ്ങനെ ഭൂമിയിലെത്തിയെന്നോ ഇന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഭൂമിയിലേക്ക് വരുന്ന കോസ്മിക് റേസിൻ്റെ നല്ലൊരു ശതമാനത്തെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്റ്റ് ചെയ്ത് വിടും. ബാക്കിയുള്ളവയെ ഭൂമിയുടെ അന്തരീക്ഷം തടയും. കോസ്മിക് റേസ് അന്തരീക്ഷത്തിലെ കണികകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത ശേഷം ഉണ്ടാകുന്ന സെക്കൻഡറി പാർട്ടിക്കിൾസ് മാത്രമാണ് മിക്കവാറും ഭൂമിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ കോസ്മിക് റേസ് നമുക്ക് കാര്യമായ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എന്നാൽ നമ്മൾ കൂടുതൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ ഇത്തരം കോസ്മിക് റേസിന് കൂടുതൽ എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. വിമാനയാത്ര നടത്തുമ്പോൾ വളരെ ചെറിയ തോതിൽ കൂടുതൽ കോസ്മിക് റേസ് നമ്മുടെ മേൽ പതിക്കുന്നുണ്ടെങ്കിലും അത് അത്ര ദോഷകരമല്ല. പക്ഷേ ബഹിരാകാശ യാത്രികരുടെ കാര്യം അങ്ങനെയല്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ സംരക്ഷണം ഇല്ലാത്തതുകൊണ്ട് ബഹിരാകാശ യാത്രികർക്ക് കോസ്മിക് റേസ് മൂലമുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോളോ മിഷൻ്റെ ഭാഗമായിട്ട് ചന്ദ്രനിലേക്ക് സഞ്ചരിച്ച ആസ്ട്രോനോട്ട്സ് ഒക്കെ ചില സമയങ്ങളിൽ അവരുടെ കണ്ണിൽ ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കോസ്മിക് റേ കണിക കണ്ണിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണിനകത്തെ ദ്രാവകത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗതയിലായിരിക്കും അത് കടന്നു പോവുക. ഇതുമൂലം ഉണ്ടാകുന്ന ചെറങ്കോവ് റേഡിയേഷനാണ് ഇങ്ങനെ ലൈറ്റ് ഫ്ലാഷ് ആയിട്ട് കാണാൻ കാരണം. ഇത്തരം എക്സ്ട്രീം എനർജി കോസ്മിക് റേസിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കണിക പഠനങ്ങൾക്ക് അത് സഹായകമാകും എന്നുള്ളതാണ്. അതായത് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതിലും കോടിക്കണക്കിന് ഇരട്ടി ഊർജ്ജമുള്ള കണികകളാണ് കോസ്മിക് റേസ് ആയിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ പതിക്കുന്നത്. അതുകൊണ്ട് അവയിൽ നിന്നും വരുന്ന സെക്കൻഡറി പാർട്ടിക്കിൾസിനെ ശരിയായ രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു വീഡിയോ വഴി ഓ മൈ ഗോഡ് പാർട്ടിക്കിളിനെ കുറിച്ചും അമെട്രാസോ പാർട്ടിക്കിളിനെ കുറിച്ചും കോസ്മിക് റേസിനെ പറ്റിയൊക്കെ ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.